കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ വളരെയധികം വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വർഗീയത നമുക്ക് എടുത്തു കാണിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം? ഞാൻ പലപ്പോഴും അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പണ്ട് കേരളത്തെക്കുറിച്ചൊരു അഭിമാനം ഉണ്ടായിരുന്നു. കാരണം ഇത് അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ വർഗീയതയുള്ളൊരു സ്റ്റേറ്റ് അല്ല. നമ്മൾ ഒരു സെക്യുലർ ഇതാണ്. എഡ്യൂക്കേറ്റഡ് ഒറ്റ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കാൻ കഴിയുന്ന വർഗീയത കേരളത്തിലുണ്ട്. കുറേ ആളുകൾ കാത്തിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന വാചകമാണ്, ഒരു തീപ്പൊരി വീഴാൻ വേണ്ടി കാത്തിരിക്കുക, ആളി കത്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മളാണ് കെയർഫുള്ളാവേണ്ടത്, വളരെ കെയർഫുള്ളാവേണ്ടത്. അതായത് അതിൽ ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. ഈ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തമ്മിലൊരു ബന്ധമുണ്ടെന്നറിയാം. നമ്മൾ കാണുമ്പോൾ ഇവർ പരസ്പരം ശത്രുക്കളാണെന്ന് തോന്നും. പക്ഷേ ഇവർ പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ്. ഭൂരിപക്ഷ വർഗീയത കുഴപ്പം കാണിക്കുമ്പോഴാണ് ന്യൂനപക്ഷ വർഗീയതയ്ക്ക് അവിടെ സീറ്റിംഗ് ഉണ്ടാവണം. അവരെ ആളുകൾ നിങ്ങൾ വേണമെന്ന് പറയുന്നത് ന്യൂനപക്ഷ വർഗീയത കത്തുമ്പോഴാണ് ഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ വർഗീയമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവിടെ പ്രസക്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കൂട്ടരും മിണ്ടാതിരുന്ന മറുകൂട്ടർ തീർന്നു. ഒരു കൂട്ടർ കുഴപ്പമുണ്ടാക്കുന്നത് ഇവൻ്റെ ശക്തി വർദ്ധിപ്പിക്കും, ഇവൻ കുഴപ്പമുണ്ടാക്കുന്നത് അപ്പുറത്തുള്ളവരുടെ ശക്തി വർദ്ധിപ്പിക്കും. അപ്പോൾ സത്യത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇവർ പരസ്പരം, ഡോക്ടർ MK മുനീറിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് കൂടിയാണിത്, പാലൂട്ടി വളർത്തുന്ന ശത്രുക്കൾ എന്ന്. പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണിത്. ഇതിനെ രണ്ടിനെയും ഒരുപോലെ ചെറുത്ത് തോൽപ്പിക്കണം. ഞാൻ പറയുന്നത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, ഞാനൊരു കാര്യം പറയാം, ഞങ്ങളിപ്പോൾ UDFൻ്റെ നേതൃത്വമുള്ള ആളാണ്. ഞങ്ങളല്ല. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരിക്കലും നമ്മുടെ സെക്യുലർ പൊസിഷനിങ്ങിൽ, മതേതര നിലപാടിൽ നമ്മൾ വെള്ളം ചേർക്കില്ല. നിലപാടാണ് കൃത്യമായ നിലപാടാണ്, ഒരു മാറ്റമില്ല എൻ്റെ. കേരളം സെക്യുലറാണ് യഥാർത്ഥത്തിൽ. അതാണ് നമ്മൾ പറയേണ്ട ഒരു പോയിന്റ്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ഒരു 90% ആളുകൾ സെക്യുലറാണ്. അവരെ കമ്മ്യൂണലാക്കുന്ന ആരാ? കുറേ മതസംഘടനകൾ, കുറേ രാഷ്ട്രീയ പാർട്ടികൾ തരാതരത്തിന് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ കൂട്ടുപിടിക്കുകയാണ്. എന്നിട്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണ്, കബളിപ്പിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ അവരെ കബളിപ്പിക്കുകയാണ്. അത് അവരും തിരിച്ചറിയണം. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സെക്യുലർ പൊസിഷൻ എടുക്കണം. ഞങ്ങൾ എടുത്തിരിക്കുന്ന അതാണ്. ആര് വർഗീയത, ഏത് മതവിഭാഗങ്ങൾ വർഗീയത പറഞ്ഞാലും നമ്മൾ അതിനെതിരായിട്ട് ശബ്ദിക്കും. ആര് പറഞ്ഞാലും ആരോട് പ്രത്യേക സ്നേഹം അക്കാര്യത്തിലില്ല, എതിർപ്പുമില്ല. പറഞ്ഞ ഏത് മത നേതാക്കളാണോ ആരാണോ വർഗീയത പറയുന്നത്, വർഗീയത പ്രചരിപ്പിക്കാൻ പറയുന്നത്. പിന്നെ ഞങ്ങളൊരു വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ വിവിധ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പലതരത്തിൽ. ഞങ്ങൾ അതിനിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നുണ്ട്, ഇവർ തമ്മിൽ അകലായിരിക്കാൻ വേണ്ടിയിട്ട്. അത് കേരളത്തിലെ UDF നേതൃത്വം ഒരു കാലത്തും ചെയ്യാത്ത തരത്തിലുള്ള ഈ സ്റ്റേറ്റിന് വേണ്ടി ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. അത് പലപ്പോഴും പരസ്യമാകാറില്ല. ഇപ്പം മുനമ്പം വിഷയത്തെ ആളിക്കത്തിച്ചൊരു, അതൊരു പ്രശ്നമാണ്, ജനങ്ങളുടെ പ്രശ്നമാണ്. അതിനെ ആളിക്കത്തിക്കാൻ നോക്കിയത് ഒരു വർഗീയ വിഷയമായിട്ടാണ് ആളിക്കത്തിക്കാൻ നോക്കിയത്. ഞങ്ങൾ അന്നെടുത്തൊരു നിലപാടുണ്ട്. ഞങ്ങളാണ് ആ തീ കെടുത്തിയത്. അതിൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് പങ്കുണ്ട്, കുഞ്ഞാലിക്കുട്ടി സാറിന് പങ്കുണ്ട്, ഞങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പങ്കുണ്ട്. ഞങ്ങളെല്ലാവരും ആ വിഷയത്തെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് ശ്രമം നടത്താതെ ഇരു മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായി അത് വളർത്താൻ ശ്രമിച്ചവരെ ആ തീ ഞങ്ങൾ കെടുത്തി. ശരിക്കും ഇപ്പോൾ അവിടെ ഉള്ളവർക്ക് ഞങ്ങളെയാണ് വിശ്വാസം. അവർ പറയുന്നു നിങ്ങൾ പറഞ്ഞതാണ് ശരി, നിങ്ങളാണ് കാര്യങ്ങൾ പറഞ്ഞത് ശരി. അപ്പോൾ എനിക്ക് അതിനകത്തൊരു ടഫ് സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു അന്ന് അത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞു. എനിക്ക് നല്ല എതിർപ്പുണ്ടായി ഒരു വിഭാഗം ആളുകളിൽ നിന്ന്. വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ സതീശൻ ആരാണ്? ഞാനതിൻ്റെ ഞങ്ങൾ ലോയേഴ്സിൻ്റെ ഒരു ടീമിനെ വെച്ചിരുത്തി നന്നായി പഠിച്ച് ലീഗലായിട്ട്, ഞാൻ ലോയറാണ്, അത് കൂടാതെ നല്ല ലോയേഴ്സ് വെച്ച് പഠിച്ചിട്ടാണ്
ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നു അത് വഖഫ് ഭൂമി അല്ല എന്ന്. ചില സമയത്ത് നമ്മൾ ആരെയും ഭയപ്പെടാതെ പേടിക്കാതെ ചില നിലപാടെടുക്കേണ്ടി വരും. ചില നിലപാട് ആ നിലപാട് നമ്മൾ ആലോചിച്ചെടുക്കാൻ പാടില്ല, ഇമോഷണൽ അല്ലാതെ. ഞാനൊരിക്കലും വൈകാരികമായി ഒരു നിലപാട് എടുക്കില്ല, വൈകാരികമായ നിലപാടെടുക്കാൻ പാടില്ല. അത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ ആലോചിച്ച് നമ്മളെടുക്കുന്ന നിലപാട് പൊതുസമൂഹത്തിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് നല്ലതാണ്. നമ്മൾ ഉരുണ്ട് കളിച്ചാൽ അത് സ്റ്റേറ്റ് അത് സഫർ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മൾ ലീഡർഷിപ്പിൽ നിൽക്കുമ്പോൾ. ഇപ്പം ഞങ്ങൾ പ്രതിപക്ഷത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പ്രതിപക്ഷം ഈ വെറുതെ ഗവൺമെൻറ്റിനെ വിമർശിക്കുകയും ഗവൺമെൻറ്റിനെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ധർമ്മം മാത്രമല്ല, നമുക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഇല്ലേ?